ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ നമ്മളെ കോട്ടയം ജില്ലയിലെ ഈരാറ്റുപേട്ടയിൽ നിന്ന് പാലായിക്കൊക്കെ പോകുന്ന ബൈപ്പാസ് റോഡിലാണ് നിൽക്കുന്നത് കേട്ടോ. എനിക്കിവിടെ നിന്ന് ഇനിയിപ്പം പാലായിക്കും പോകണം, പൊൻകുന്നം പോകണം, അങ്ങനെ ആ ഒരു റൂട്ടിലൊക്കെയാണ് നമ്മൾ പോകുന്നത്. ഇപ്പോൾ തന്നെ സമയം മണി ഏകദേശം 12:30 ഉച്ചയ്ക്ക്. ഇനി മഴ പെയ്യുമല്ലോ എന്ന് പറയാൻ പറ്റില്ല. ഏതായാലും ഈ വഴിക്കൊക്കെ പോകുമ്പോഴുള്ള കുറേ കാഴ്ചകളൊക്കെ കണ്ടു പോകാമെന്ന് വിചാരിക്കുന്നു. ഇവിടെ ചരിത്രങ്ങളോ കണ്ടൻറ്റോ എന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷേ പോകുന്ന വഴിക്ക് കാണുന്ന കാഴ്ചകളെ പറ്റി നമുക്ക് വിവരിച്ച് പറഞ്ഞൊക്കെ പോകാം കേട്ടോ. അതാണ് നമ്മൾ സാധാരണ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കണ്ടൻറ്റ് തന്നെ നമ്മൾ തപ്പി നടന്നാൽ അത് നോക്കിക്കിടന്ന് നമ്മൾ മടുത്തു പോകത്തേ ഉള്ളൂ. അപ്പം നമുക്ക് ആ കാഴ്ചകളിലേക്ക് പോയി നോക്കാം. പിന്നെ ഞാനൊരു കറുത്ത കണ്ണാടിയൊക്കെ വെച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കണ്ണിൽ പൊടിയടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കണ്ണിൻ്റെ പ്രശ്നമുള്ളത് കൊണ്ടേ ഇടയ്ക്ക് ഡോക്ടർ പറഞ്ഞ് കണ്ണാടി വെച്ചാൽ യാത്ര ചെയ്യാവുള്ളൂ. ഒരുപാട് യാത്ര ചെയ്യുന്നതുകൊണ്ട് ഈ കണ്ണിലേക്ക് പൊടിയും അതുപോലെ കാറ്റടിച്ചിട്ട് കണ്ണിലെ വെള്ളം വറ്റിപ്പോവുകയൊക്കെ അങ്ങനെ പ്രശ്നങ്ങളൊക്കെ വരുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് കണ്ണാടി വെക്കുന്നത് എപ്പോഴും നല്ലതാണെന്ന് പറഞ്ഞു. കണ്ണാടി വെക്കാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇടയ്ക്കിന് എന്തോ സംഭവിക്കുന്നത് വെച്ചാൽ അതങ്ങ് മറന്നു പോകും. കയ്യിലിരുന്നാലും വെക്കാൻ തോന്നുന്നില്ല. ഇന്നിപ്പോൾ 2 ദിവസമായിട്ട് ഇത് മേടിച്ച് വെച്ചുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് ഈ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുവരാം. ഈ വഴിക്ക് വരുമ്പോൾ ഇവിടെ കണ്ടോ വല്യച്ചൻമല എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ബിഷപ്പ് വയലിൽ കവാളം, വല്യച്ചൻമല, അരുവിത്തുറ. ഈ വഴിക്കൊക്കെ പോയാൽ ആ മലയുടെ മുകളിലോട്ടൊക്കെ കയറാവേ. ഇവിടുത്തെ മറ്റു കാര്യങ്ങൾ സ്റ്റോറിയൊന്നും എനിക്കറിയത്തില്ല. അറിയാവുന്നവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ വല്യച്ചൻമലയ്ക്ക് ഇവിടെ റോഡ് മാർഗം 500 മീറ്റർ, സ്ലീവാപാത റോഡ് മാർഗം കുറച്ച് മുന്നോട്ട് ചെന്നിട്ട് അവിടുന്ന് ഇടത്തോട്ട് തിരിച്ച് അങ്ങനെയാണ് പോകുന്നത്. അല്ലാതെ നമ്മൾ പോവുകയാണെങ്കിൽ ഇതിലേ ഇങ്ങനെ നടന്ന് മുകളിലോട്ട് കയറി പോകാം കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ വല്യച്ചൻമലയിലേക്ക് റോഡ് മാർഗം പോകുന്ന വഴി. നേരെ പോകുന്ന ബൈപ്പാസ് വഴി, ഇതിവിടുന്ന് ഇടത്തോട്ടൊരു വഴി. നമുക്കൊന്ന് പോയി നോക്കിയാലോ. റോഡ് മാർഗം നല്ലൊരു കയറ്റമാണ് കേട്ടോ മുകളിലോട്ട് വല്യച്ചൻമലയിലേക്ക്. നല്ല ഭംഗിയുള്ള ഒരു സ്ഥലത്തൂടെയാണ് ഇങ്ങോട്ട് പോകുന്നത്. കോൺക്രീറ്റ് റോഡാണ്, ഇടയ്ക്ക് ടാറിങ് റോഡ്, അങ്ങനെയൊക്കെയാണ്. ഇവിടുന്ന് അങ്ങോട്ട് വഴി പോകുന്നുണ്ട്. നമ്മൾ കയറി പോകേണ്ടത് ഈ വഴിക്കാണെന്ന് തോന്നുന്നു കേട്ടോ. ഇങ്ങോട്ടേക്കാണ് ഒരു വല്യച്ചൻമലയുടെ ഒരു എൻട്രൻസ് ഒക്കെ വെച്ചിരിക്കുന്നത്. ഇതാണ് അങ്ങോട്ട് പോകാനുള്ള വഴി. അങ്ങനെ നമ്മൾ ഈരാറ്റുപേട്ടയ്ക്ക് അടുത്തുള്ള വല്യച്ചൻമലയിലെത്തി കേട്ടോ. ഇവിടെ കയറി വരുമ്പോൾ കുറച്ച് നല്ല കയറ്റം തന്നെ കയറിയാണ് നമ്മളിങ്ങോട്ട് വരുന്നത്. അപ്പുറത്തോടെ നടന്ന് കയറാവുന്ന വഴിയും ഉണ്ട്. പക്ഷേ നമ്മൾ റോഡ് മാർഗമാണ് വന്നത്. നമുക്ക് ഇതിന് ചുറ്റുവട്ടമുള്ള കുറേ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. നമ്മൾ താഴേന്ന് കയറി വന്ന വഴിയെ കുറേ തേക്ക് മരങ്ങളൊക്കെ ആയിട്ട് തണൽ വെച്ച് ഇങ്ങനെ ഇരിക്കുന്നത്. ഇതൊക്കെ പാർക്കിംഗ് ഗ്രൗണ്ട് മേഖലയാണ്. പാർക്കിംഗ് ഗ്രൗണ്ടിൻ്റെ ഒന്നാമത്തെ ഭാഗമൊക്കെ ഇവിടെ കാണാം. ഇവിടെ ഇതാണ്ടേ ഒരു കുടിവെള്ള സംഭരണി, ഒരു വാട്ടർ ടാങ്കൊക്കെ കാണാം. പിന്നെ അങ്ങോട്ടേക്കൊക്കെ ഒരു വഴിയൊക്കെ കാണുന്നുണ്ട്. വല്യച്ചൻമലയുടെ മെയിനായിട്ടുള്ള ഒരു ഭാഗമൊക്കെ അവിടെ ആണെന്ന് തോന്നുന്നു. അതവിടെ തന്നെ വലിയ കുരിശും പള്ളിയൊക്കെ കാണുന്നുണ്ട്. ഒരു ഉടുമ്പ് പോകുന്നുണ്ട്, ഒരു പൊന്നുടുമ്പ്. ഇതേ പോകും. ചാടിപ്പോയി. അപ്പം നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിയുമ്പം ഒരു ജാഗ്രതാ സമിതി ഓഫീസൊക്കെ ഉണ്ട് ഇവിടെ. അരുവിത്ര വല്യച്ചൻമല. പിന്നെ അതുപോലെ തന്നെ നമ്മൾ താഴെ നടന്ന് കയറി വരുന്ന വഴി അത് കേട്ടോ, ആ കാണുന്നുണ്ടോ. പിന്നെ ഇങ്ങോട്ട് ഒരു വഴി പോകുന്നുണ്ട്. ഈ വഴി താഴോട്ടുള്ള വീടുകളിലേക്കൊക്കെ ഉള്ളതാണേ. ഇതാണ് പള്ളി മുറ്റത്തോട്ടൊക്കെ പോകുന്ന വഴി. ഇതൊരു ഗ്രോട്ടയൊക്കെ വെച്ചിട്ടുണ്ട്. 11ാം സ്ഥലം ഈശോ മിശിഹാ കുരിശിൽ തറയ്ക്കപ്പെടുന്നു. അങ്ങനെ പീഡാനുഭവത്തിൻ്റെ കുറേ കാഴ്ചകളൊക്കെ താഴെ നിന്ന് കണ്ടാണ് നടന്ന് കയറി വരുമ്പോഴേ. ഇത് കണ്ടോ പള്ളി, വലിയൊരു കുരിശടിയാണ്. അതിൻ്റെ അപ്പുറത്തെ സൈഡിൽ നിന്നാൽ നമുക്ക് ഈരാറ്റുപേട്ട ടൗണിൻ്റെ ഭാഗങ്ങളൊക്കെ കാണാവുന്നതാണ്. അപ്പോൾ അതിലെ ഒരു ചേട്ടൻ എന്നോട് പറഞ്ഞേ. നല്ല ഭംഗിയുള്ള സ്ഥലത്താണ് കേട്ടോ ഈ പള്ളി ഇരിക്കുന്നത്. ഈ ഒരു സുന്യാളിൻ്റെ ഒരു രൂപമൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്.
ഇവിടെ മനോഹരമായൊരു പിയാത്തോക്കെ വെച്ചിട്ടുണ്ടേ. അതുപോലെ ഇതിൻ്റെ താഴെ കൂടെ അങ്ങോട്ട് ഗുഹയിലേക്ക് കല്ലറയിലേക്കൊക്കെ പോകുന്നൊരു വഴിയാണ്. ചെമ്പകപ്പൂക്കളൊക്കെ ഇതിലേ അങ്ങോട്ട് പോകുമ്പോഴായിരിക്കും അപ്പുറത്ത് നല്ലൊരു ഗാർഡൻ പോലത്തെ സ്ഥലം ഇവിടെ കേട്ടോ. ഇതുണ്ടോ ആ പിയാത്തോടടുത്തേക്ക് കയറി പോകുന്നൊരു വഴി. ഇവിടെ ഒരു കല്ലുവാഴയൊക്കെ നിൽപ്പുണ്ട്. പിന്നെ ഈശോയുടെ ഒരു ഉയർപ്പ് രൂപമൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഉണ്ടോ വെള്ളിയാഴ്ച കുരിശൊക്കെ ചുമന്നുകൊണ്ട് വന്നിട്ട് ഇന്നതിൻ്റെ അതൊക്കെ കൊണ്ടുവന്ന ആൾക്കാർ വിശ്വാസികൾ വിട്ടിട്ട് പോയിരിക്കുന്നത്. അതൊക്കെ ഇങ്ങോട്ടിനിയിപ്പം അവിടെ ഒരു ഗേറ്റൊക്കെയാണ്, അന്യർക്ക് പ്രവേശനമില്ല അങ്ങോട്ട്. ഇതിലെയൊക്കെ ആൾക്കാർ നടന്നു കയറി വരുന്ന വഴി കേട്ടോ. അത് താഴേന്നേ കുരിശിൻ്റെ വഴി സമാപന സ്ഥലമാണ്. ഇവിടെ ഒരു പ്രാവിൻകൂടൊക്കെ ഇരിക്കുന്നതാണ്. തിരിച്ചു വന്നപ്പോൾ ഇതിലേ ഇങ്ങനെ ഒരു വഴി മുകളിലോട്ട് പോകുന്നുണ്ട്. ഈശോയുടെ ഒരു മനോഹരമായ രൂപം അവിടെ കുത്തിവെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള സ്ഥലം കേട്ടോ. ഈ മലയുടെ മുകളിൽ ഇത്രയും മരങ്ങളൊക്കെ നിൽക്കുന്നതുകൊണ്ടേ നല്ലൊരു തണൽ ഒക്കെ കിട്ടും. ഇതൊക്കെ ഒരുപാട് ആൾക്കാർ വരുന്നതാണേ. ഇത് വഴി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കല്ലിങ്ങനെ പതിച്ച് ഉണ്ടാക്കിയിരിക്കുന്നതാണേ. മലയിലെ പ്രസംഗത്തിൻ്റെ ഇവിടെ മുഴുവൻ ഇതുപോലെ കല്ലിങ്ങനെ പതിച്ച് ഇവിടെ ഇരിപ്പിടങ്ങളൊക്കെ മലയിലെ പ്രസംഗത്തിൻ്റെ ആ ഒരു ഇതാ കാണിച്ചിരിക്കുന്നത്. ഇത് കുറേ പണിയെടുത്തിട്ടുണ്ട് ഇവിടെ. ഇവിടെ നമുക്ക് ഈരാറ്റുപേട്ട ടൗണൊക്കെ താഴോട്ട് കാണാവേ. ഓ കാണുന്നുണ്ടോ കുറേ ഭാഗമൊക്കെ. ആ കുരിശിൻ്റെ ഒരു പൊക്കം കണ്ടോ, ഇത്ര അടി ഹൈറ്റിലാണ് നിൽക്കുന്നറിയോ. നമ്മുടെ എഴുകുമ്പയിലെ കുരിശടി പോലെ. മണി ഇനിയപ്പോൾ നമുക്ക് മെല്ലെ താഴോട്ടിറങ്ങാവേ. ഇവിടെ ഈ കല്ലിങ്ങനെ പതിപ്പിച്ച് വെച്ചിരിക്കുന്നതുകൊണ്ട് നോക്കി വേണം ചവിട്ടാൻ. പിന്നെ അതിൻ്റെ കൂടെ പായലും ഉണ്ട്. അത് കാരണം ശ്രദ്ധിച്ച് വേണം ഇവിടെ നിന്ന് ഇറങ്ങാനായിട്ട്. പക്ഷേ ഇവിടെയൊക്കെ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് നല്ലൊരു ഇത് കിട്ടും കേട്ടോ. ഈ വെയിലുള്ള ചൂടുള്ള സമയത്തൊക്കെ കയറി വന്നു കഴിഞ്ഞാൽ നല്ലൊരു തണുപ്പൊക്കെ ആയിട്ട് ഒത്തിരി മരങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് ഈ വഴിക്കൊക്കെ കയറി വന്നു കഴിയുമ്പോൾ ഇവിടെ ഒത്തിരി ആൾക്കാർ വരുന്നതാണെന്നാണ് പറഞ്ഞത്. ഞാൻ താഴെ ചോദിച്ചപ്പം അങ്ങനെ ആ ചേട്ടൻ പറഞ്ഞ്. ആ താഴത്ത് താമസിക്കുന്നൊരു ചേട്ടനെ ഞാൻ കണ്ടായിരുന്നു. പുള്ളി വീഡിയോയിൽ വന്നില്ല, ഷാജി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇനി നമുക്ക് വന്ന വഴിക്ക് അങ്ങോട്ട് തിരിച്ചു പോവാം. നമ്മളെ ആ താഴെ നിന്ന് ഇങ്ങോട്ട് കയറി വന്ന സ്ഥലം കണ്ടോ. ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ. കുറച്ച് നല്ല പൂക്കളൊക്കെ ഉണ്ട്. ഇവിടെ വെള്ളിയാഴ്ചകളിലൊക്കെ മലകയറ്റം ഉണ്ടെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ ഈ ദുഃഖ വെള്ളിയാഴ്ചയും 40-ാം വെള്ളിയാഴ്ചയും ഈസ്റ്ററിൻ്റെ ആ ഒരു സമയത്തൊക്കെയാണ് കേട്ടോ ഇവിടെ കൂടുതലായിട്ടും ആൾക്കാർ വരുന്നത്. അതുകൊണ്ട് ഇത്രയും വലിയ പാർക്കിംഗ് ഗ്രൗണ്ടൊക്കെ ഇവിടെ ഉണ്ടാക്കിയിട്ടിരിക്കുന്നത്. കുറച്ച് ദൂരം അപ്പോൾ ഇങ്ങനെ ഒരു സ്ഥലം കണ്ടു. അവിടെ മുഴുവൻ റംബുട്ടാൻ ചെടികളാണ്. ഇടയ്ക്കൊരു ചെറിയൊരു ഷെഡൊക്കെ കാണാം. നോക്കി എന്തേരം റംബുട്ടാൻ ഇങ്ങനെ നിൽക്കുന്നത് നോക്കി വലയിട്ട് മൂടി വെച്ചിരിക്കുന്നു. ഇത് കാണാൻ തന്നെ ഒരു ഭംഗിയുണ്ടല്ലേ. നിറച്ച് കായ വവ്വാൽ കടിക്കാതിരിക്കാനാണ് വലയിട്ട് മൂടിയേക്കുന്നത്. ഇവിടെ ഒരു ജംഗ്ഷനാണേ. അങ്ങോട്ട് പോയാൽ നമുക്ക് ഈരാറ്റുപേട്ടയ്ക്ക് തിരിച്ചു പോകാം. പക്ഷേ നമ്മൾ ഈ റൂട്ടിനാണ് നേരെ അങ്ങോട്ട് പോകുന്നു കേട്ടോ. ഇവിടുന്ന് വഴി തിരിയുന്നുണ്ട് കേട്ടോ. കാഞ്ഞിരപ്പള്ളി തിടനാടൊക്കെ ഇടത്തോട്ടും നേരെ ഭരണങ്ങാനവും. അപ്പോൾ ഭരണങ്ങാനത്താണ് ഈ വഴിയൊന്ന് കയറുന്നത്. ഈ വഴി ശരിക്കും ഈരാറ്റുപേട്ട ടൗണ് കൂടാതെ നമുക്ക് പാലായ്ക്കും ഭരണങ്ങാനത്തിനൊക്കെ പോകാവുന്ന വഴിയാണേ. ഇത് എല്ലാവർക്കും ഒന്നും അറിയത്തില്ലെന്ന് തോന്നുന്നു കേട്ടോ.
നമ്മളേതായാലും ഈ വഴിയൊക്കെ വരും. ഇവിടെ ഒരു പാലം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അരുവിത്തറയെന്ന് ഒഴുകി വരുന്നൊരു പുഴ ഇതിലേ പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ കുറച്ച് കാഴ്ചകൾ ഒന്ന് കാണാം. ഇടുങ്ങിയ പാലമാണ്. പെട്ടെന്ന് വന്നെങ്കിൽ അപ്പുറം കിടക്കണം, അല്ലെങ്കിൽ ഇപ്പുറം കിടക്കണം എന്ന് പറഞ്ഞാൽ ആണ്. റംബുട്ടാൻ്റെയൊക്കെ മരത്തേലൊക്കെ കാ കിടപ്പുണ്ട് അവിടെ. ഇതായി പുഴ ഒഴുകി വരുന്നുണ്ടോ? ഇതാണേ ഇത്. അരുവിത്തറയിലോട് ചെന്ന് ചേരും കേട്ടോ ഈ പുഴ. ഇവിടെ തടയണ പോലെ കെട്ടിയിട്ട് വെള്ളമേ കണ്ടോ, നല്ല ഭംഗിയുണ്ടല്ലോ കാണാൻ. ഇനി നമുക്ക് ഈ വഴിക്ക് വേണം മുന്നോട്ട് പോകുവാൻ. നല്ല നാട്ടുമ്പുറം കാഴ്ചകളുണ്ട്. എന്ത് ഭംഗിയുണ്ടല്ലേ. റംബുട്ടാനൊക്കെ കായ്ച്ച് കിടക്കുകയാണ്. കായതിൻ്റെ മുകളിൽ കിടക്കുകയാണ്. നല്ല മനോഹരമായൊരു ചെറിയ തോട്ടം തന്നെ കേട്ടോ. കവുങ്ങും ഇതൊക്കെ ആയിട്ട് ഉള്ളിലൊരു നല്ല ഭംഗിയുള്ളൊരു വീടുമുണ്ട്. നമ്മൾ വീട്ടിലോട്ട് കയറി ചെന്നൊന്നും കാണിക്കുന്നില്ല. വർണ്ണങ്ങാനം നേരെ. ഇവിടെ കണ്ടോ, മൂന്നാംതോട് എന്ന് പറഞ്ഞൊരു വഴിക്കോട്ട് പോകുന്ന വഴിയാണ്. അവിടെ ഒരു വെയിറ്റിംഗ് ഷെഡ് കാണാം. കണ്ടോ, കാണാൻ നല്ല ഭംഗിയില്ല അത്. അതിലേ അങ്ങനെ അങ്ങ് പോവും ആ വഴി. പക്ഷെ അത് എവിടെ പോയി കയറുന്നതല്ല, മൂന്നാംതോടെന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് ചെല്ലുന്നതെന്നാണ് പറഞ്ഞത്. നമുക്കെന്നാൽ ഈ മൂന്നാംതോട് വരെ ഒന്ന് പോയി നോക്കിയിട്ട് വരാം കേട്ടോ. ഇവിടെ വഴി മൊത്തം പോയി കിടക്കുവാണ്. നല്ല വഴിയൊന്നും നല്ല ഗട്ടർ കുട്ടർ വഴിയാണ് കുറേ ഭാഗമൊക്കെ. പക്ഷെ എന്നാലും കുറേ ഗ്രാമഭംഗിയൊക്കെ കിട്ടുന്ന ഒരു മേഖല കൂടെ പോകുന്നു കേട്ടോ. കുറച്ച് ദൂരം വന്നപ്പോൾ അങ്ങനെ അങ്ങോട്ടൊരു വഴിയുണ്ട്. കഴിഞ്ഞ് മുകളിലോട്ട് കുറച്ചൊന്ന് പോയി നോക്കിയപ്പോഴാണ് ഈ റോഡ് ഭയങ്കര മോശം റോഡാണ്. അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് മൂന്നാംതോടിന് പോകുന്ന ആ പരിപാടി വേണ്ടെന്ന് വെച്ച് തിരിച്ചിനിങ്ങനെ വന്നിട്ട് നമ്മൾ വന്ന വഴിക്ക് തന്നെ താഴോട്ട് ആ മെയിൻ റോഡിൽ ചെന്ന് കയറിയിട്ട് പർണ്ണങ്ങാനം ആ റൂട്ടിലോട്ട് പോവാം. നമുക്കിനി ഈ വഴിക്ക് തന്നെ പോവാം. ഇതാകുമ്പോൾ നല്ല വഴിയാണല്ലോ. നല്ല ഗ്രാമക്കാഴ്ചകൾ. കിടിലൻ കിടിലൻ. ഇടയ്ക്ക് ചെറിയ തോടും പുഴയും ചെറിയ കലുങ്ക് പാലം അങ്ങനെയൊക്കെ ഉണ്ട് ഇവിടെ. നല്ല റോഡല്ലേ എന്ന് നോക്കി. അതുപോലെ വഴി സൈഡിലൊക്കെ കണ്ടോ എത്ര മനോഹരമായ നല്ല ഭംഗിയുള്ള വീടുകളൊക്കെ. നമ്മുടെ റേഞ്ചിൽ ഇതുപോലെയൊക്കെ നമ്മുടെ കട്ടപ്പന എന്ന വള്ളക്കടവ് പോകുന്ന വഴിക്കൊക്കെ കണ്ടില്ലേ, ആ വലിയ വീടൊക്കെ ഇരിക്കുന്ന ഭാഗത്തൂടെയുള്ള വഴി. നല്ല റോഡാണ് അങ്ങ് കുമിളി വരെ. ഇവിടെ കണ്ടോ റബ്ബർ തോട്ടം. ഇപ്പോൾ റബ്ബർ മഴയായതുകൊണ്ട് വലിയ വെട്ടലില്ലെന്ന് തോന്നുന്നു. മഴ കുറഞ്ഞാലേ വെട്ടുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള റോഡുകൾ ഉണ്ടാക്കിയത് എപ്പോഴും നല്ലതാണോ. എന്നാണെന്നറിയോ, ഈ ടൗണിലോട്ടൊക്കെ പോയിട്ട് തിരക്കിനകത്ത് പെടാതെ നമുക്കിങ്ങനെ യാത്ര ചെയ്ത് പോകത്തില്ലേ. അല്ലെങ്കിൽ ഇപ്പോൾ ഈരാറ്റുപേട്ട ടൗണിൽ പോയിട്ട് വൈകുന്നേരം രാവിലെയൊക്കെ ഉണ്ടല്ലോ ഭയങ്കര തിരക്കായിരിക്കുമേ, ഒരു രക്ഷയില്ല. ഇപ്പോൾ ഇവിടുന്ന് ഒരു ബസ് ഇങ്ങോട്ട് വരുന്നുണ്ടേ. ഇതിലെ ബസ് സർവീസും ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഇവിടുത്തെ ഹൈവേയിലോട്ട് കയറാറായെന്ന് തോന്നുന്നു. ഇവിടെ സൈൻ ബോർഡൊക്കെ കാണിക്കുന്നുണ്ടേ. ഇപ്പം നമ്മൾ അമ്പാറനിരപ്പിൽ എന്ന് പറഞ്ഞൊരു സ്ഥലത്തെത്തി കേട്ടോ. ഇവിടെ ഒരു കുരിശുപള്ളിയൊക്കെ കാണാതെ നമ്മൾ നേരെ പോകണം. അവിടെ വലത്തോട്ടൊരു വഴിയുണ്ട്. ആ വഴിക്ക് പോയാൽ ഈരാറ്റുപേട്ടയ്ക്കൊക്കെ പോകാം കേട്ടോ. ഒരു വീട്ടിലേക്ക് കയറുന്നൊരു പടിപ്പുരവാതിലായത് കേട്ടോ. അതിൻ്റെ അപ്പുറത്ത് നല്ല മനോഹരമായൊരു വീടൊക്കെ ഉണ്ട്. ഈ റബ്ബർ തോട്ടത്തിനുള്ളിൽ പഴയൊരു കെട്ടിടമൊക്കെ കാണാവേ. അത്ര പഴയൊന്നുമല്ല. എനിക്ക് തോന്നുന്നു ഈ ശബരിമല സീസണിലൊക്കെ വല്ല കടയിടുന്നതാണെന്ന് തോന്നുന്നു. എന്തോ ഒരു കടയൊക്കെ ഞാൻ തോന്നുന്നത്. എന്തായാലും കൊള്ളാം. ഇതിൻ്റെ ഈ ഒരു സൈഡിൽ ഈ ചാലിക്കൂടെ ഇങ്ങനെ ഒരു ചെറിയ കൈത്തോടൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. അല്ലോ ഇതല്ലോ. മെയിൻ റോഡിലേക്ക് എത്താറായി തോന്നുന്നു. അപ്പോൾ ആ പോകുന്ന വഴിക്ക് അങ്ങനെ പോയ പാലായിക്കാണ് കേട്ടോ. ഇവിടുന്ന് ഇടത്തോട്ടൊരു വഴി തിരിയുണ്ട്. പൂവത്തോട് പൈക കിടനാടൊക്കെ ആ റൂട്ടിലാട്ടോ. അപ്പോൾ നമുക്ക് ഇടത്തോട്ടുള്ള വഴിക്ക് പോയാലോ. കാണാൻ കുറച്ച് ഗ്രാമഭംഗിയൊക്കെ കിട്ടും. പൂവത്തോട് പൈക ആ റൂട്ടിലൊക്കെ നമുക്ക് പോകാമല്ലോ. ഇതിന് കുറച്ച് ഇങ്ങനെയുള്ള വഴിയാണ്.
റബ്ബറൈസർ റോഡൊന്നുമല്ല, കുറേ വളവും ചെരുവും ഒക്കെ ആയിട്ടേ. എന്നാലും ചെറിയ റോഡാണെങ്കിലും കൊള്ളാം. ഈ പോകുന്ന വഴിക്ക് ചെറിയ അമ്പലം, പള്ളി ഇങ്ങനെയൊക്കെ വേണം. അമ്പലം, പള്ളി, സ്കൂളൊക്കെ കിട്ടണം. അതൊക്കെ കാണുമായിരിക്കും അല്ലേ, പോയി നോക്കാം. അങ്ങനെ നമ്മളിപ്പോഴൊരു ചെറിയ ജംഗ്ഷനിലെത്തി കേട്ടോ. ഈ ജംഗ്ഷൻ്റെ പേര്, ഇവിടെ ഒരു പഞ്ചായത്തിൻ്റെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. മീനച്ചിൽ ഗ്രാമപഞ്ചായത്ത്. നമ്മളെ മീനച്ചിൽ ഗ്രാമപഞ്ചായത്തിൽ നിന്നാണ് ഇങ്ങോട്ട് വന്നത് കേട്ടോ. ഇനിയിപ്പം ഏത് പഞ്ചായത്താണെന്ന് നോക്കട്ടെ. മീനച്ചിൽ പഞ്ചായത്തിലേക്ക് സ്വാഗതം എന്ന് എഴുതിയേക്കുന്നത് അങ്ങോട്ട്. അപ്പം ഇതുണ്ട്, എൻ്റെ പുറകിലായിട്ട് ബോർഡ് കാണാവേ. മീനച്ചിൽ പഞ്ചായത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അങ്ങനെ ഇവിടെ ഒരു ജംഗ്ഷനിലാണ് വന്നിരിക്കുന്നത്. ഇടത്തോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കാഞ്ഞിരപ്പള്ളി, തിടനാട്. വലത്തോട്ട് പോയാൽ നമുക്ക് ഏതാണ് പൈക ഭാഗത്തേക്കൊക്കെ പോകട്ടോ. നമ്മൾ ഈരാറ്റുപേട്ടയിൽ നിന്ന് വന്ന വഴി വന്നപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു തോടൊക്കെ ഇങ്ങനെ ഒഴുകുന്നൊരു മനോഹരമായ കാഴ്ചകളൊക്കെ കാണാം കേട്ടോ. ഇതുണ്ടോ, ആ തോടിനക്കരെ ബോർഡ് വെച്ചിട്ടുണ്ട്. ഈരാറ്റുപേട്ട, കാഞ്ഞിരപ്പള്ളി, അരുവിത്തുറപ്പള്ളിയൊക്കെ നമ്മൾ ഈ വന്ന വഴി. നേരെ പോയാൽ തിടനാട്, കാഞ്ഞിരപ്പള്ളി. അങ്ങനെ ഇതിൽ അവിടെ നിന്ന് അങ്ങോട്ട് പോയാൽ പാറത്തോടെന്ന് പറയുന്ന സ്ഥലത്തേക്കൊക്കെ പോകാം. അതുപോലെ തന്നെ ഈ പുഴയും പോട്ടെ കൈത്തോട് ഇങ്ങനെ പോകുന്ന ഒരു കാഴ്ച, മനോഹരമായൊരു കാഴ്ച തന്നെ കേട്ടോ. ഈ ഇതിലിങ്ങനെ കണ്ടോ, നോക്കി ഇതിലും വ്യൂ അല്ലേ നോക്കി. നാട്ടിൻപുറത്തെ കൈത്തോടുകൾ, മനോഹരമായൊരു കാഴ്ചയാണത്. ഇതുണ്ടോ. അതുപോലെ ഇവിടെ നിന്നൊക്കെ ജോലിക്ക് പോയിട്ടുള്ള ആൾക്കാർ പണ്ട് അവർ പോകുമ്പോൾ ഇതുപോലുള്ളൊരു വീടുകളിൽ നിന്നൊക്കെ ആയിരിക്കും അവരൊക്കെ പോയിട്ടുണ്ടാവുക. അപ്പോൾ ആ ഒരു വീടിൻ്റെ ഓർമ്മയൊക്കെ കിട്ടത്തില്ലേ. ഇവിടെ കൂടുതൽ ജാതിയാണ് കേട്ടോ. ജാതിമരം ഇഷ്ടം പോലെ. ഇവിടെ നിൽക്കുന്നൊരു ജാതിയുണ്ട്, പടർന്ന് പന്തലിച്ചിങ്ങനെ. റബ്ബർക്കാടിൻ്റെ ഉള്ളിൽ കൂടെയുള്ള യാത്ര ഇവിടെ കിടിലം വ്യൂ ആണ് കേട്ടോ. ഇവിടെ ശരിക്കും വെയിൽ പോലും അടിക്കുന്നില്ല, അതുപോലെ മരം ഇങ്ങനെ നിൽക്കുക. അങ്ങനെ നമ്മൾ കുറച്ചിങ്ങ് വന്നപ്പോഴേ ഇവിടെ ഒരു ചെറിയൊരു കൈത്തോടൊക്കെ കണ്ടേ. അതിൻ്റെ കുറുക്കനെ ഇത് കണ്ടോ, ഒരു കലിങ്കുപാലമൊക്കെ കണ്ടോ. നമ്മൾ മോളിൽ നിന്ന് കണ്ട ആ ഒരു പുഴ, അതായത് കൈത്തോട്, ഇതിലേ ആയിരിക്കും ഒഴുകി വരുന്നത്. അതിൻ്റെ ആ മനോഹരമായ കാഴ്ചയൊന്ന് കണ്ടുപോയത്. പണ്ട് കാലത്തെ കലിങ്കുപാലമൊക്കെ കണ്ടോ. ഇതൊക്കെ ഇപ്പോൾ യാദൃശ്യമായിട്ടേ കാണാനുള്ളൂ. അവിടെ ആ മുകളിലും ഉണ്ട് കേട്ടോ ഒരു ചെറിയ കലിങ്കൊക്കെ. നല്ല കണ്ണീര് പോലത്തെ വെള്ളം. ഇവിടുത്തെ ഈ വെള്ളത്തിലൊന്നും വലിയ കെമിക്കലൊന്നും ഉണ്ടാവില്ല കേട്ടോ. നമ്മുടെ അവിടുത്തെ പോലെ ഏലക്കൃഷിയൊന്നും ഇവിടെ ഇല്ല. വല്ലപ്പോഴും റബ്ബറിന് ചെയ്യുന്ന മരുന്നും വളമൊക്കെ അല്ലേ ഉള്ളൂ. വെളിയിലേക്ക് പോവാം. അതെല്ലാം റംബുട്ടാൻ തോട്ടങ്ങളാണ് കണ്ടോ, മൊത്തത്തിൽ വലയിട്ട് വെച്ചിരിക്കുന്നു. കുറച്ചിങ്ങ് വന്നപ്പോഴേ ഇവിടെ മറ്റൊരു ഭംഗിയുള്ള കാഴ്ച കണ്ടു കേട്ടോ. മറ്റൊരു കലുങ്കും ഇതിനൊരു വ്യത്യസ്തമായ കാഴ്ചയുണ്ട്. ഞാൻ ആദ്യമേ വെച്ചൊരു അമ്പലമാണെന്നാണ് വിചാരിച്ചത് ഒറ്റ നോട്ടത്തിന് കണ്ടപ്പോൾ. പക്ഷേ അത് അമ്പലം അല്ല, അതൊരു വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ. അവിടെ ആൾക്കാരൊന്നും താമസമില്ലേ. ജസ്റ്റ് ഒന്ന് അവിടെ വരെ ഇത് പോയി നോക്കിയാലോ. ഞാൻ ആളില്ലെന്നും പറഞ്ഞ് അങ്ങോട്ട് ചെല്ലാണേ. ഒരു പട്ടി അവിടുത്തെ ഒരു ചാട്ടം ഇങ്ങോട്ട് ചാടിയിട്ട് ഞെട്ടിപ്പോയി കേട്ടോ. ആ വീട് കണ്ടാൽ പെട്ടെന്ന് തോന്നുന്നു അവിടെ ഒരു മനുഷ്യൻ പോലും ഇല്ലെന്ന്. അങ്ങനെ വിചാരിച്ചാൽ അങ്ങോട്ട് ചെന്നു, ഏതായാലും രക്ഷപ്പെട്ടു. വീണ്ടും നമ്മൾ റബ്ബർ തോട്ടത്തിന് നടുക്കൂടെ കിടക്കുന്ന ടാറിട്ട റോഡ് മുന്നോട്ട് പൈകയ്ക്ക് പോവാം കേട്ടോ. അപ്പം നമ്മൾ ഇടമറ്റം എന്ന് പറഞ്ഞൊരു ജംഗ്ഷനിലോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. മോളത്തെ സ്കൂളാണോ? അതല്ലേ ഇവിടെ ഇങ്ങനെ ഒരു സംഭവം കാണാം കേട്ടോ.
ഇതൊരു ഹോസന്ന മൗണ്ട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ക്രിസ്ത്യൻ സ്റ്റഡീസ് സെൻ്ററാണ് കേട്ടോ. ശരിക്കുള്ള ഇടമറ്റം എന്ന് പറയുന്ന സ്ഥലമൊക്കെ കുറച്ചുകൂടെ മുന്നോട്ടാണ്. ഇവിടെ ഒരു ബോർഡ് ഇരിക്കുന്നുണ്ടോ, പൈകയ്ക്ക് അടുത്തോട്ട് 5 കിലോമീറ്റർ, ഭരണങ്ങാനത്തിന് 1 കിലോമീറ്റർ അങ്ങോട്ട്. അപ്പം ഇടമറ്റം എന്ന് പറയുന്ന സ്ഥലം ഇതാണല്ലേ. നല്ല ഭംഗിയുള്ളൊരു ഹോട്ടൽ ബ്രദേഴ്സ് ആണ് കേട്ടോ. ഇതിൻ്റെ അപ്പുറത്തൊരു എന്തൊക്കെയോ പ്രസ്ഥാനങ്ങളൊക്കെ ഉണ്ട്. ചെറിയൊരു ജംഗ്ഷൻ. ഏതായാലും ആ മെയിൻ റോഡിൽ നിന്ന് പൈകയ്ക്കുള്ള റോഡ് വലിയ കുഴപ്പമില്ലാത്ത റോഡാണെന്ന് തോന്നുന്നു. വലിയ കുലുക്കമൊന്നുമില്ല കേട്ടോ വണ്ടിയെ പോയിട്ട്. അവിടെ അടുത്തൊരു ജംഗ്ഷൻ വരുന്നുണ്ടേ. ഇവിടെ ഒരു ബോർഡ് ഇങ്ങനെ കാണാം, പൈതൃക ഭവനം ഇടമറ്റം പുലിക്കുന്നേൽ ഹെറിറ്റേജ് ഹോമാണ് കേട്ടോ. അതങ്ങോട്ട് പോകുന്ന വഴിയാണ് ആ കാണുന്നത്. പിന്നെ ഇതൊരു പാലമാണ്. ഈ പാലത്തിൽ നിന്ന് കുറച്ച് പുഴയുടെ കാഴ്ചകൾ ഒക്കെ കാണാം കേട്ടോ. ഈ ചെറിയ പുഴ അവിടെ നിന്ന് ഇങ്ങനെ ഒഴുകി വരുന്നുണ്ട് കേട്ടോ. ഇവിടെ നിറച്ച് ഒരുതരം മഞ്ഞളാണ്. ഇത് മലമഞ്ഞളോ അങ്ങനെ എന്തോ സംഭവം. അത് കറിക്കെടുക്കുന്ന മഞ്ഞളല്ലാന്ന് തോന്നുന്നു കേട്ടോ. ഇതും പറിച്ച മഞ്ഞൾ പോലെയൊക്കെ ഉള്ള മണവും നിറവും ഒക്കെയാണ്. ഇടമറ്റം പൈക ജംഗ്ഷനാണ് ഇത് കേട്ടോ. അതിലെ വലത്തോട്ട് പോയാൽ പൈകയ്ക്ക് പോവും, നേരെ പോയാൽ വിളക്കുമാടമൊക്കെ ചെല്ലുവേ. നമുക്കെന്നാലേ വിളക്കുമാട റൂട്ടിൽ പോകാം. വിളക്കുമാടം എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്നാൽ പിന്നെ അതൊന്ന് കാണുമോ കിട്ടിയാലോ. ഇവിടെ ഒരു ബോർഡ് കണ്ടോ കേട്ടോ, പുഞ്ചിരി നഗർ 4 കിലോമീറ്റർ. അത് നേരെയല്ല കേട്ടോ, പുഞ്ചിരി നഗറിലോട്ട് പോകുന്ന വഴിയാണ് ഇത്. അങ്ങനെ സ്ഥലത്തിന് പേരുണ്ടല്ലേ. വിളക്കുമാടം റൂട്ടിൽ വന്നപ്പോൾ പങ്കപ്പാട്ട് ശ്രീ മഹാദേവ ക്ഷേത്രം എന്ന് പറഞ്ഞൊരു അമ്പലത്തിൻ്റെ കാഴ്ചകൾ കാണാം കേട്ടോ. നാട്ടിൻപുറത്തെ നാടൻ രീതിയിലുള്ള അമ്പലങ്ങളൊക്കെ കാണാൻ ഒരുപാട് ഭംഗിയല്ലേ കണ്ടോ. ഈ ഒരു ഡയറക്ഷനിലൊക്കെ ഇവിടെ എല്ലാം നോക്കുമ്പോൾ ഇടമറ്റം എന്ന് പറഞ്ഞിട്ട് ബോർഡ് കാണാവേ. അപ്പോൾ ഇടമറ്റം ഇത്രയും വലിയ സ്ഥലമാണ്. നമ്മൾ അപ്പുറത്തെ പോലെ കണ്ടുവരിക ഇടമറ്റം. ഇവിടെ നോക്കിയാൽ നല്ല രസമുള്ള ഒരു കൃഷിയൊക്കെ ഉണ്ടോ. കവുങ്ങ്, കാപ്പി, തെങ്ങ് എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ദൂരം സഞ്ചരിച്ച് നമ്മളങ്ങനെ വിളക്കുമാടം എന്ന് പറയുന്ന ആ ഒരു ഭാഗത്തേക്ക് എത്തി കേട്ടോ. കണ്ടോ, വിളക്കുമാടത്തിൻ്റെ ഒരു കാഴ്ച ഉണ്ടോ. പഴയ കുറേ കെട്ടിടങ്ങളൊക്കെ ഇവിടെ കാണാവേ. ഇതൊക്കെ എത്ര വർഷം പഴക്കം കാണുമല്ലേ. അതിപ്പോൾ ഒരു പൊതുവിതരണ കേന്ദ്രമൊക്കെയാണ്. വിളക്കുമാടം എന്നൊക്കെ പറഞ്ഞേ പണ്ട് ഭയങ്കര പേരുള്ള സ്ഥലമായിരുന്നു കേട്ടോ. റബ്ബറിൻ്റെ ഒരു പുസ്തക കേന്ദ്രമല്ലായിരുന്നു ഇവിടെയൊക്കെ. അങ്ങനെയുള്ള സമയത്തൊക്കെ വിളക്കുമാടം എന്ന് പേര് വരാൻ എന്തായിരിക്കും കാരണം? ആരെയും കാണുന്നില്ല. കണ്ടാരോ ചോദിച്ചു നോക്കായിരുന്നു. അറിയാവുന്നവരുണ്ടോ പറഞ്ഞേരെ. വിളക്കുമാട സ്റ്റോറികളൊക്കെ. ഇതൊക്കെ റബ്ബറെല്ലാം വെട്ടിമറിക്കുക. ഇവിടെ കണ്ടോ കുറച്ച് പൈനാപ്പിൾ കൃഷിയൊക്കെ നമുക്കിങ്ങനെ കാണാവേ. ഒത്തിരി ഭംഗിയുണ്ട് ഇത് കാണാൻ. അപ്പുറത്തോട്ട് കുറച്ച് പഴയ വീടുകളും പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു പുതിയ വീടും അതിനോട് ചേർന്ന് കുറച്ച് പൈനാപ്പിൾ തോട്ടങ്ങളുമൊക്കെ കാണാം. നമ്മൾ ഇന്ന് വന്ന വഴിക്ക് അധികം പൈനാപ്പിൾ തോട്ടമൊന്നും കാണാൻ കിട്ടിയില്ലായിരുന്നു കേട്ടോ. ഇവിടെ വന്നപ്പോഴാണ് കിട്ടിയത്. ഈ ഒരു ജംഗ്ഷനിൽ വന്നപ്പോൾ ഇങ്ങനൊരു ഇതൊക്കെ ഉണ്ട്. ചാത്തംകുളം പാല. നമ്മൾ അപ്പുറത്തെ വഴിക്ക് വന്നോ, മീനച്ചൽ ഗ്രാമപഞ്ചായത്ത് അല്ലേ. കുറേ വഴികളുണ്ട്. ഇതാണ് കേട്ടോ വിളക്കുമാടത്തെ ബാക്കിയുള്ള കുറേ കാഴ്ചകളൊക്കെ. നല്ല ഭംഗിയിലാണ് കാണാൻ. പഴയ ട്രഡീഷണൽ രീതിയിൽ നിന്നൊക്കെ പറഞ്ഞ രീതിയിലുള്ള കെട്ടിടങ്ങളൊക്കെ കണ്ടോ. ഈ വഴിക്ക് പോയാൽ നമുക്ക് മറ്റൊരു കാഴ്ച കാണാം കേട്ടോ. അതൊന്ന് പോയി കണ്ടിട്ട് വരാവേ. അങ്ങനെ കുറച്ച് ദൂരം വന്നപ്പോൾ ഇവിടെയും നമുക്കൊരു കുറച്ച് പൈനാപ്പിൾ ഫാമൊക്കെ കാണാം കേട്ടോ. അങ്ങനെ കണ്ടു വന്നപ്പോഴേ റോഡേയും കയറി വന്നപ്പോഴേ ഇപ്പോൾ കാണട്ടെ നമ്മുടെ വിളക്കുമാടത്തെ പള്ളിയുണ്ട് കേട്ടോ. ആ പള്ളി ഒന്ന് കണ്ടിട്ട് വരാം. മുകളിൽ ആ പള്ളി ഇരിക്കുന്നുണ്ടോ. അതിൽ ഒത്തിരി പഴക്കമുള്ള പള്ളികളല്ലേ ഇതൊക്കെ. ആ മുറ്റത്ത് കയറിയുന്ന ഈ കൽക്കെട്ടുണ്ടോ. ഇത് എത്ര വർഷം പഴക്കം ഉണ്ടാവില്ലേ. ഈ കല്ലിങ്ങനെ കെട്ടി ഇട്ടുണ്ടോ. സ്റ്റെപ്പുകൾ കല്ല് കീറി കെട്ടിയേക്കുവാണേ. ആ കല്ലിനൊക്കെ നല്ല നീളമുണ്ട്. അന്നത്തെ കാലത്തൊക്കെ ഒരാളൊക്കെ എടുത്താൽ പൊങ്ങും ഈ കല്ലൊക്കെ. ഇവിടെ വന്നപ്പോൾ കല്ല് ചെറുതാക്കിയിട്ടുണ്ട്.
ഇതുണ്ടോ വിളക്കുമാടത്തെ പള്ളി, ആ പഴയ കൽക്കുരിശുമൊക്കെ ആയിട്ട്. പാസ്റ്റോൾ സെൻ്ററാണ് അവിടെ. അപ്പോൾ ഇത് CSC ചർച്ചാണ് ആയിരിക്കും അല്ലേ? ഇവിടെയൊക്കെ ഉള്ളവരൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. പള്ളിമുറ്റത്ത് താഴോട്ട് നോക്കുമ്പോഴാണേ ആ പൈനാപ്പിൾ തോട്ടമൊക്കെ നല്ലതായിട്ട് കാണും. അവിടെ ആദ്യം റബ്ബർ തോട്ടമായിരുന്നു, റബ്ബർ വെട്ടി മാറ്റിയിട്ട് പൈനാപ്പിൾ കൃഷി ചെയ്തേക്കുന്നു. കണ്ടോ, അതിന് നടുക്കൊരു കെട്ടിടമൊക്കെ കാണാം. വിളക്കുമാടം മെയിൻ കവല അതാ കേട്ടോ. നമുക്ക് അവിടെ ചെന്നിട്ട് വേണം ഒരു വഴിക്ക് തിരിഞ്ഞു പോകാൻ. സെൻറ്റ് ജോസഫ് SSS വിളക്കുമാടം. അപ്പം ഇവിടുത്തെ ഹൈസ്കൂളാണിത്. ഇവിടെയൊക്കെ പഠിച്ചവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. ഈ വഴിക്ക് പോയാൽ നമുക്ക് പിണ്ണാക്കനാട്, പാറത്തോട്, മുണ്ടക്കയം ആ റൂട്ടിലൊക്കെ പോകാം കേട്ടോ. അതാണ് പൈകയ്ക്ക് പോകുന്ന വഴി. നമ്മൾ വന്ന വഴി ഇതാണ്, ആ കാണുന്നത്. നമുക്ക് പറഞ്ഞ സ്ഥലത്തേക്ക് പോകണമെങ്കിൽ കുറച്ചുകൂടെ മുന്നോട്ട് എൻ്റെ ഇടത്തോട്ട് പോകണേ. ഒരു നല്ല മനോഹരമായ കുരിശുപള്ളിയൊക്കെ ഉണ്ട്. നമുക്ക് ഈ വഴിക്ക് ഇങ്ങനെ പോയാൽ കുറച്ച് കാഴ്ചകളുണ്ടേ, പോയി കണ്ടിട്ട് വരാം. റബ്ബർ തോട്ടത്തിൻ്റെ ഉള്ളിൽ കൂടെ ഉള്ള വഴിയാണ് ഇത് കേട്ടോ. ഇതുപോലെ വീട്ടിലോട്ട് പോകുന്ന വഴിയാണോ ഇങ്ങനെയാണെന്ന് അറിയത്തില്ലേ, പോയി നോക്കാം. ഉള്ള വഴി നല്ല വഴിയാണെന്ന് തോന്നുന്നു. ഇവിടെയൊക്കെ ഒരുപാട് വീട് പണികൾ നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒരു വഴിയാണ് പോകുന്നത് കേട്ടോ. താഴത്തെ വഴി ഭയങ്കര മോശമായിരുന്നേ. നമുക്ക് കുറച്ച് വഴി തെറ്റിപ്പോയായിരുന്നു കേട്ടോ. അപ്പുറത്തോടൊക്കെ വെറുതെ ഇറങ്ങിയത് ഈ പള്ളിയുടെ അവിടെ നിന്ന്, ആ പള്ളി കണ്ടിട്ട് നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ ഇതുണ്ടോ, ഇവിടെ ഇടത്തോട്ടൊരു വഴി തിരിയുന്നുണ്ട്, ഒരു കോൺക്രീറ്റ് റോഡ് പോലത്തെ റോഡ്. അപ്പുറത്തെ വിളക്കുമാടം പള്ളി കണ്ടില്ലേ, നമ്മൾ അപ്പുറത്തോട് കുറേ കറങ്ങി കയറിപ്പോയി. എന്നിട്ട് അങ്ങനെ മുന്നോട്ട് വരുമ്പോൾ ഇതാ ഈ ഒരു വഴി പോകുന്നുണ്ടോ, ഇതാണ് മേടാന്നാണ് പറയുന്നത് കേട്ടോ, അങ്ങോട്ടേക്ക് വരുന്ന വഴി. ഓ, ഇവിടെ എത്ര നല്ല വഴിയാണ്. അപ്പുറത്തോടെ നമ്മൾ പോയിട്ട് വെറുതെ കുറേ സമയം പോയി കറങ്ങി തിരിഞ്ഞു പോയി. ആ, ഏതൊരക്കിടി എല്ലാവർക്കും പറ്റുമല്ലോ അല്ലേ, അത് നമുക്കും പറ്റി. രണ്ട് സൈഡും നല്ല കയ്യാലയൊക്കെ ഉള്ള വഴിയാണല്ലോ. ആഹാ, ഇങ്ങനത്തെ വഴികളൊക്കെയാണ് കിടിലം കേട്ടോ, നല്ല പച്ചപ്പായിട്ട്. ഇവിടുന്ന് താഴോട്ട് നടക്കുന്ന വഴിയുണ്ടോ, എന്നാ ഒരു പച്ചപ്പും ഭംഗിയാന്ന് നോക്കി. ഇതാണ് മക്കളെ മേട. ഇവിടേക്ക് ആരും നമ്മൾ വരാൻ ഉദ്ദേശിച്ച് അതിലെല്ലാം കിടന്ന് വട്ടം കറങ്ങിയത്. മേട കണ്ടോ, മേട. നമ്മളിപ്പം പാലായിക്കടുത്തുള്ള മേട എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തി കേട്ടോ. ഇവിടെ ഉണ്ടല്ലോ ഒരുപാട് ഭംഗിയുണ്ട് കേട്ടോ, ചുറ്റോട് ചുറ്റും കണ്ടവും വയലും ഒക്കെ ആയിട്ട് നല്ലൊരു എന്താ പറയുക, ഡ്രോണൊക്കെ ഉണ്ടെങ്കിലുണ്ടല്ലോ നല്ല കിടിലം വ്യൂ കിട്ടുമായിരുന്നേ. ഒരുപാട് ഭംഗിയുണ്ട് ഇങ്ങോട്ട് ഈ വരുന്ന വഴിയൊക്കെ, അത് നമുക്കൊന്ന് കാണാം. ഇത് കണ്ടോ, ഒരു കാലത്ത് ഒരുപാട് നെൽകൃഷിയൊക്കെ ഉണ്ടായിരുന്ന സ്ഥലമാണ് ഇത്. ഇപ്പോഴും അവർ നെൽകൃഷി ഇട്ടിട്ടുണ്ട്, നല്ല പച്ചപ്പായിട്ട് നിൽക്കുന്നുണ്ടോ. ഞാനിട്ടിട്ടുണ്ട്, അതിനിടയ്ക്ക് കളയൊക്കെ ഉണ്ട് ഒത്തിരി. അതൊക്കെ ഇനിയിപ്പോൾ ഒക്കെ ഇറങ്ങി അവർ പറിച്ച് വൃത്തിയാക്കുമായിരിക്കും. എന്തായാലും ഈ ഒരു ഭാഗത്തിങ്ങനെ ഇതുണ്ടോ, ഇരു സൈഡിൽ നല്ല പൂക്കളൊക്കെ വിരിഞ്ഞിങ്ങനെ നിൽക്കുന്നൊരു മേഖല. ഇത് അങ്ങോട്ടെല്ലാം ഇഷ്ടംപോലെ കണ്ടമാണ്. ഈ ഒരു ചുറ്റോടിയിട്ട് റബ്ബർ തോട്ടം, അതിൻ്റെ നടുക്കായിട്ടാണ് ഇത്രയും ഒരു ഭാഗം ഇങ്ങനെ. ഇതൊരു കാലത്ത് നെല്ലറകളുടെ ഒരു സ്ഥലം തന്നെയായിരുന്നു കേട്ടോ. അതാണ് ഇവിടെ ഒരു നെല്ലറയൊക്കെ കണ്ടോ. ഇത് പണ്ട് നെല്ലൊക്കെ സൂക്ഷിച്ചിരുന്ന സ്ഥലമായിരുന്നു. അങ്ങനെ നമ്മൾ വന്നപ്പോൾ ഈ മേടയൊക്കെ നമുക്ക് കാണാൻ പറ്റി. ഇത്തിരി ഭംഗിയുണ്ട് ഇത് കാണാനായിട്ട്. അവിടുന്ന് ഒരാളിങ്ങോട്ട് വരുന്നൊക്കെ ഉണ്ടേ. ഇതിൻ്റെ ഉടമസ്ഥന മറ്റോ ആണോ എന്നറിയത്തില്ല. ഇതിൽ പഴയ നല്ല രീതിയിലൊക്കെ നിർമ്മിച്ച ഒരു കെട്ടിടമാണിത്. ചെങ്കല്ല് കൊണ്ടൊക്കെ തൂണൊക്കെ വെച്ച് അങ്ങനെയുള്ളൊരു കെട്ടിടമാണ് ഇത്.
ഇതിനിടയ്ക്കൂടെ നല്ല ഭംഗിയുള്ളൊരു പുഴയൊക്കെ ഉണ്ട് കേട്ടോ, ഇങ്ങനെ ഒഴുകി പോകുന്ന ഒരു കൈത്തോടാണ്, വലിയ പുഴയൊന്നുമല്ല, എന്നാലും അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ട് ഇവിടെ. ഇതിൻ്റെ ആ ഒരു ഭാഗമാണെങ്കിലോ കംപ്ലീറ്റ്ലി എന്താണ് പൈനാപ്പിൾ തോട്ടമാണ്. ആ ചെക്ക് ഡാമിന് വെള്ളം ഒഴുകി വരുന്ന വരവുണ്ട്, അത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയുണ്ട്. അതിൻ്റെ അപ്പുറത്തേക്കൊരു വെള്ളം കെട്ടി നിൽക്കുന്നൊരിതാണ്. നല്ലൊരു വ്യൂ ആണ് ഇതൊക്കെ. നമ്മൾ ഒരു പ്രാവശ്യം ഇവിടെ വന്നിട്ടുള്ളതായിരുന്നേ. അന്നേരം ഇപ്പോൾ ഇവിടെ ഇങ്ങനെ വെള്ളമൊന്നും അധികം ഇല്ലായിരുന്നു. അപ്പോൾ ഈ മഴയൊക്കെ പെയ്തിട്ട് വെള്ളമൊക്കെ ഇങ്ങനെ കുറേ ഉണ്ട് ഇവിടെ കേട്ടോ. ഇവിടെ ചാടുവാണെങ്കിൽ ഒരു 1.5 ആൾ വെള്ളം ഉണ്ട് കേട്ടോ. കുളിക്കാൻ നല്ലതാണ്, ചാടി കുളിക്കാൻ. കൃഷിക്കൊക്കെ ആയിട്ട് ഇങ്ങനെ കെട്ടി നിർത്തിയിരിക്കുന്ന വെള്ളമാണെന്ന് തോന്നുന്നു. ചെറിയൊരു ചിപ്പാണെങ്കിലും ശക്തിയിലാണ് വെള്ളം ഒഴുകുന്നത്. ഇനി നമുക്ക് ആ നെല്ലറയില്ലേ, അതിൻ്റെ കുറച്ച് കാഴ്ചകൾ അടുത്ത് പോയി കാണാവേ. നമ്മൾ ആ റോട്ടിൽ നിന്ന് കണ്ടാലേ ഉള്ളൂ. മേടാൻ എവിടെ ഉള്ളവർ പറയുന്നത് നെല്ല് സൂക്ഷിക്കുന്ന സ്ഥലമായിരുന്നു. അതിന് നെല്ലറ എന്ന് പറയും, മേടാന്ന് പറയും, ഇതൊക്കെ പേരുകൾ പറയുന്നുണ്ടല്ലേ. എന്തായാലും അതിൻ്റെ ആ ഒരു എന്താ പറയുക നാച്ചുറലായിട്ടുള്ള ആ ഒരു നിർമ്മാണമൊക്കെ നമുക്കൊന്ന് കാണാം. തൂണൊക്കെ കണ്ടോ, അല്ല അതിൻ്റെ മച്ചൊക്കെ കണ്ടോ. ഒരുപാട് വർഷം പഴക്കമുണ്ട്, പറഞ്ഞാൽ ഒരുപാട് വർഷം പഴക്കമുണ്ട് കേട്ടോ ഇതൊക്കെ. ആ തൂണൊക്കെ ചെയ്തിരിക്കുന്നുണ്ടോ. ഈ ഇങ്ങനെയുള്ള കാലുകളിലാണ് പണ്ടൊക്കെ തൂണൊക്കെ നിർമ്മിക്കുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ വാതിലൊന്ന് കാണാം കേട്ടോ. ആ പഴയ കാലത്തെ ആ അറയുടെ വാതിലൊക്കെ കണ്ടോ, ഒരു മരം തന്നെ ഇങ്ങനെ എടുത്ത് വെച്ച പോലെ ഇരിക്കുന്നത്. പിന്നെ അതിൻ്റെ ഒരു പൂട്ടൊക്കെ കാണാം. ഇതുണ്ടോ പഴയ കാലത്തെ ലോക്കൊക്കെ. കട്ടലയൊക്കെ ഇങ്ങനെ വലിപ്പം നോക്കി, നമുക്കിവിടെ നിന്ന് ഇങ്ങനെ പിടിച്ചാൽ കിട്ടത്തില്ല, അതുപോലെ വലിപ്പമായിരുന്നു. മച്ചിലൊക്കെ എന്തുമാത്രം തടിയാണ് ഉപയോഗിച്ചിരിക്കുന്നുണ്ടോ. ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് നല്ല വ്യൂ ആണ്. ഫുള്ള് വെട്ടുകല്ല് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. പിന്നെ തടിയും. ഇവിടെയൊക്കെ ഒരു ഹോള് കാണാം കേട്ടോ. ഇതൊക്കെ നെല്ല് താഴോട്ട് വലിക്കുന്ന ആ പാവമായിരുന്നോ എന്നൊന്നും അറിയത്തില്ല. നെല്ലൊക്കെ കൊണ്ടുവച്ചിട്ട് ഇവിടെ ഒന്ന് അങ്ങോട്ട് നോക്കി കഴിയുമ്പോഴല്ലോ ഫുൾ പാടം. പണ്ട് ഇതിനെ മുതലാളി ഇവിടെ വന്നുകൊണ്ടായിരിക്കും പണിക്കാരെയൊക്കെ അങ്ങോട്ട് നോക്കുന്നൊക്കെ ഉണ്ടാവുമല്ലേ. അവിടെയും ഒരു തോട് പോകുന്നുണ്ടേ. മച്ചിൻ്റെയും തൂണിൻ്റെയും കാഴ്ചകൾ ഒന്നും കൂടെ കാണാം. അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് കൂടെ ഇങ്ങനെ അങ്ങോട്ട് നടന്നു കഴിഞ്ഞാലുണ്ടല്ലോ ഒരു പ്രത്യേക ഫീലിംഗ് ആണ് അല്ലേ. ആ തൂണൊക്കെ കടന്നങ്ങോട്ടെ ആ ഒരു ഓപ്പൺ വ്യൂ വരുന്നുണ്ട്. പിന്നീട് സിമെൻ്റൊക്കെ പൊതിഞ്ഞതാണെന്ന് തോന്നുന്നു കേട്ടോ. ഈ വെട്ടുകല്ല് ഇങ്ങനെ വെക്കുമ്പോൾ അധികം സിമെൻ്റൊന്നും പൊതിയാറില്ല. അങ്ങനെ ചെറിയ രീതിയിലുള്ളൊരു ഒട്ടിയിലൊക്കെ ഒട്ടിക്കാറുള്ളൂ. ഇത് നല്ലതായിട്ട് സിമെൻ്റൊക്കെ ഇട്ടിട്ടുണ്ട് ഹോട്ടൽ.
ഈ മലബാർ സൈഡിലായിരുന്നു കൂടുതലും വെട്ടുകല്ലിൻ്റെയൊക്കെ പരിപാടി ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോഴത് ഇവിടേക്കും വരുന്നുണ്ട്. പണ്ട് ഈ കല്ലൊക്കെ എവിടെ നിന്ന് കൊണ്ടുവന്നാന്ന് അറിയത്തില്ല. എന്തായാലും അന്ന് ഇതിവിടെ കിട്ടിയില്ലേ. ഇത് കൂടുതലായിട്ട് മലബാർ മേഖലയാണ് ഇതിൻ്റെ പരിപാടികൾ. ഇവിടെ ഒരു ഡോറുണ്ട്. ഇതിൽ വേറൊരു സൈസ് പൂട്ടൊക്കെ കൊടുത്തിരിക്കുന്നവർക്ക്. പിന്നെ അതിന് നമ്പർ, വീട്ടു നമ്പറോ വല്ലതും ആണോ? ഈ ഇവരിപ്പോൾ പുതിയ ലോക്കൊക്കെ ഇട്ടിരിക്കുക കേട്ടോ ഈ ഒരു ഇതിന്, ആൾക്കാരൊക്കെ കയറാതിരിക്കാനായിരിക്കും. അപ്പോൾ ഈ മേടയുടെ നമ്മളിന്ന് ഈരാറ്റുപേട്ടയിൽ നിന്നൊക്കെ തുടങ്ങി വന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെ കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? നമുക്കങ്ങനെ സ്റ്റോറിയുടെ പരിപാടി കുറവാട്ടോ. നമ്മൾ കാണുന്ന കാഴ്ചകൾ അതതുപോലെ കാണിച്ചു തരിക. ഇതിപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ തന്നെ 3ാമത്തെ പ്രാവശ്യം പറയുന്നതെന്ന് തോന്നുന്നു. അതതുപോലെ കാണിച്ചു തരുന്നതാണ് നമ്മുടെ ഒരു മെയിൻ പരിപാടി എന്നൊക്കെ പറയുന്നത്. അല്ലാതെ എനിക്ക് പണ്ട് പോലെ ഒരുപാട് സ്റ്റോറി പറയുന്നതിനോട് വലിയ താല്പര്യമില്ല. പിന്നെ ചില സമയത്തൊക്കെ ചില ചെറിയ പോയിൻ്റൊക്കെ കിട്ടുമ്പോൾ ഞാൻ പറയുന്നുണ്ട്. എല്ലാം കൂടെ ചെയ്തു വരാനുള്ള സമയക്കുറവൊക്കെ വരുന്നുണ്ടേ, അതുകൊണ്ടാണേ. അപ്പം ഇന്നത്തെ വീഡിയോ കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇങ്ങോട്ട് ഞാൻ വന്ന വഴികളൊക്കെ മനസ്സിലായല്ലോ. ഞാൻ പലതരം വഴിയും കൂടെ കയറിയിട്ടാണ് ഇവിടെ വന്നത്. അതുകൊണ്ട് ഈ വിളക്കുമാടത്ത് ഇവിടത്തേക്കൊക്കെ വരാനാണെങ്കിൽ നിങ്ങൾ പാലായി വന്നിട്ട് നേരെ വിളക്കുമാടം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് വരിക. അല്ലെങ്കിൽ കാഞ്ഞിരപ്പള്ളി അവിടുന്ന് പൊൻകുന്ന് ആ വഴിക്കൊക്കെ വിളക്കുമാടത്തേക്ക് വരാൻ പറ്റും കേട്ടോ. വിളക്കുമാടം അന്വേഷിച്ചാൽ മതി. വിളക്കുമാടത്ത് അന്വേഷിച്ചിട്ട് ഈ മേടാന്ന് ചോദിക്കണം. മേട അന്വേഷിച്ച് കഴിയുമ്പോഴത്തേക്കും അവിടെ അറിയാവുന്ന ആൾക്കാർ പറയും. ഇപ്പോൾ നമ്മൾ ആ വിളക്കുമാടത്തെ പള്ളി കണ്ടില്ലേ, ആ പള്ളിയുടെ അവിടുന്ന് നേരെ പള്ളിയുടെ അവിടുന്ന് ശകലം മുന്നോട്ട് കയറി കഴിയുമ്പോഴത്തേക്കും അപ്പുറത്തൂടെ വരുന്നെങ്കിൽ വിളക്കുമാടത്ത് ഇങ്ങോട്ടാണ് വരുന്നതെങ്കിൽ വലത്ത് സൈഡിലേക്ക് വഴി, നമ്മൾ താഴേന്ന് വരുന്ന വഴിയാണ്. ഞാൻ വന്ന വഴിക്കാണെങ്കിൽ ഇടത്തോട്ടാണ് വഴി കേട്ടോ. അപ്പം അത്രയൊക്കെ തന്നെ ഉള്ളൂ. കൂടുതലായിട്ട് വേറൊന്നും പറയാനില്ല. ഭംഗിയുള്ള മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.